നമസ്കാരം, ഗുഡ് മോർണിംഗ് ഓൾ. ഹാപ്പി ഹാർട്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ലെസൺ പ്ലാനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടീച്ചേഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലെസൺ പ്ലാൻ കയ്യിൽ ഉണ്ടായിരിക്കണം. ലെസൺ പ്ലാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും, ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് റൈമാണ്. ഇംഗ്ലീഷ് ക്ലാസ്സിലെ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, അതിൽ റൈമാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാൻ എടുക്കാൻ പോകുന്ന അപ്രോച്ച് പ്ലേ ബേസ് അപ്രോച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ്ലി വാം വെൽക്കം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു വാം വെൽക്കം കൊടുക്കുക. ഹായ് മൈ ഡിയർ ലിറ്റിൽ സൺഷൈൻസ്, ഗുഡ് മോർണിംഗ് ഓൾ. സേ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ്. ഡിഡ് യു ഓൾ ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? വാട്ട് ഡിഡ് യു ഹാഡ്? ഓ, ഇഡ്ലി. സൂപ്പർ. വെരി ഗുഡ്. കം നിയർ ടു മീ. ലെറ്റ്സ് മേക്ക് എ റൗണ്ട്. Very good. Teacher will sing a song for you. Come on. Ready? 1, 2, 3, start. Clap your hands, clap your hands. Listen to the music and clap your hands. Say, clap your hands, clap your hands. Listen to the music and clap your hands. Say, little more loudly. Clap your hands, clap your hands. Listen to the music and clap your hands. Then, stamp your feet, stamp your feet. Listen to the music and stamp your feet. Say a little more loudly. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Then what's next? Turn around, turn around. Listen to the music and turn around. Turn around. Very good. Then jump up high, jump up high. Listen to the music and jump up high. Very good. Very good. Superb dears. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിൽ ചെയ്തല്ലോ, നമ്മൾ കുട്ടികൾ ഫ്രണ്ടിലുണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇൻഡിവിജ്വലായിട്ട് ഓരോ കുട്ടികളിലേക്കും നമ്മൾ ഐ കോൺടാക്ട് വെക്കണം. അങ്ങനെ വേണം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ക്ലാസ്സിലൊരു 20 അല്ലെങ്കിൽ 15 to 20 സ്റ്റുഡൻസ് ആണെങ്കിൽ ആ 20 സ്റ്റുഡൻസിലായാലും നമുക്ക് ഐ കോൺടാക്ട് വെക്കണം. പിന്നെ അവരായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ദെൻ നമുക്ക് അറിയാലോ, മോണ്ടിസോറി ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൈൽഡ് സെൻറ്റർ അപ്രോച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരിലേക്ക് എന്താ പറയുക, കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്ക് എങ്ങനെയാണോ മനസ്സിലാവണേ ആ ഒരു രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിനി സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. മാത്സിലെ നമ്പർ 2 ആണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 2 കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം അതാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഹായ് മൈ ഡിയർ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്, ഹൗ ആർ യു ഓൾ? ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്, റൈറ്റ്? സർക്കിൾ. വെരി ഗുഡ്. Come close to me. Are you ready? Come. Loly poly, up, up, up. Loly poly, down, down, down. Loly poly, big, big, big. Loly poly, small, small, small. Did you all brush your teeth today? Very good, nice. Give a big smile. Very good. Then look, how many brushes are there? 1 and 2. How many? 1, 2. Very good. Then, do you all like juices? Is it? Teacher is going to drink 2 glasses of juices. How many glass? 1, 2. 2 glasses of juices. 1, 2. Very good. Scissors in my hand. 1, 2. Okay, let's sing a song. I have 2 eyes, 1, 2. I have 2 ears, 1, 2. I have 2 hands, 1, 2. I have 2 legs, 1, 2. I have 2 eyes, 1, 2. I have 2 ears, 1, 2. I have 2 hands, 1, 2. I have 2 legs, 1, 2. Very good.
നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇത് 1 റിംഗ് 2 റിംഗ് അങ്ങനെ പറഞ്ഞ ക്ലാസ് എടുക്കാതെ അതിന് പകരം ഇത് എഫക്റ്റീവായിട്ട് വേണം ക്ലാസ് എടുക്കാൻ. ഇപ്പോൾ ജസ്റ്റ് ഇത് 1 ഗ്ലാസ് 2 ഗ്ലാസ് അങ്ങനെ പറഞ്ഞ് 1 2 അങ്ങനെ പഠിപ്പിക്കാതെ ടീച്ചർ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അവർക്കത് കേട്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവരുടെ ഒബ്സർവേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ആവും. പിന്നെ നമുക്ക് ഈ മാത്സ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ഹിഡൻ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാം. പെയർഡ് ആയിട്ടുള്ള ഐറ്റം ഇപ്പോൾ ക്ലാസ്സിൽ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കുക, ഹിഡൻ ആയിട്ട് 2-3 സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് കുട്ടികളോട് അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറയാം. പിന്നെ അതുപോലെ വേറൊരു ഗെയിം ചെയ്യാൻ പറ്റുന്നത് സോർട്ടിങ് ആക്ടിവിറ്റീസ് പോലെ ചെയ്യാം. ഒരു ബോക്സിൽ കുറച്ച് ഐറ്റംസ് എടുത്ത് വെക്കുക, അതിൽ നിന്ന് പെയർഡ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് 1 2 എണ്ണി മാറ്റി മാറ്റി വെക്കാനൊക്കെ പറയാം. അങ്ങനെ നമുക്ക് ഈ മാത്സ് ക്ലാസ് ഇൻട്രസ്റ്റഡ് ആക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രേസിങ് ആക്ടിവിറ്റീസ് കൊടുക്കാം. നമ്മൾ സാൻഡ് പേപ്പറിലൊക്കെ എഴുതിയില്ലേ, അതുപോലെ 2 എഴുതിയിട്ട് 2 ട്രേസ് ചെയ്യാനൊക്കെ കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.